നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് പോലീസുകാരനെന്ന വ്യാജേന ഫോണിൽ വിളിച്ച് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം. പോലീസിൽ പരാതി നൽകി ഇരയായ DCC ജനറൽ സെക്രട്ടറി. വർണ്ണം വിതറി പുത്തനാൽക്കൽ പൂരം. പ്രസിദ്ധമായ കാളവേല നാളെ. അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ KSEBയുടെ കടുത്ത നടപടി. 1 മാസത്തെ വൈദ്യുതി ബിൽ കുടിശ്ശികയുടെ പേരിൽ ശുദ്ധജല കണക്ഷന്റെ ഫ്യൂസൂരി. മണ്ണാർക്കാട് നഗരസഭയിലെ പദ്ധതി തിരിമറി. 2 ദിവസത്തിനകം അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ ഉറപ്പ് പാലിച്ചില്ല. വാർത്തകൾ വിശദമായി. പോലീസുകാരനെന്ന വ്യാജേന ഫോണിൽ വിളിച്ച് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമിച്ചതായി പരാതി. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ K. ശ്രീവത്സനാണ് ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ജനുവരി 23-നാണ് സംഭവം. കോട്ടയത്ത് നിന്നുള്ള പോലീസുകാരനാണെന്ന് പരിചയപ്പെടുത്തി ഒരാൾ ഫോണിൽ വിളിക്കുകയും തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുന്നതിനിടെ പണവും ബാഗും നഷ്ടപ്പെട്ട് ബസ് സ്റ്റാൻഡിൽ അവശരായി കഴിയുന്ന അമ്മയെയും മകനെയും സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് മകനെന്ന് അവകാശപ്പെട്ട വ്യക്തിയുമായും ശ്രീവത്സൻ സംസാരിപ്പിച്ചു. പാലപ്പുറം സ്വദേശികളാണെന്ന് ഇവർ അവകാശപ്പെട്ടതിനെ തുടർന്ന് ശ്രീവത്സൻ പ്രാദേശിക റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നൽകിയ വിലാസം വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു. വിവരം ചോദിക്കാനായി തിരികെ വിളിച്ചപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെന്ന മറുപടിയാണ് ലഭിച്ചത്. സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ലെങ്കിലും പോലീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം വേണമെന്ന് അദ്ദേഹം പരാതിയിൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 23-ാം തീയതിയാണ് വൈകുന്നേരം ഒരു പോലീസുകാരനാണ് എന്ന് അവകാശപ്പെട്ട് കോട്ടയത്തുനിന്ന് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് പാലപ്പുറം ചെനക്കത്തൂർക്കാവിന് സമീപം ഒരു അമ്മയും മകനും അവശ നിലയിൽ കോട്ടയത്തെ KSRTC സ്റ്റാൻഡിലുണ്ട് എന്നും അവരുടെ വസ്തുക്കളൊക്കെ, അതായത് ബാഗ്, പൈസ, മൊബൈൽ ഫോൺ എന്നൊക്കെ മോഷണം പോയിരിക്കുന്നു, അവരെ സാമ്പത്തികമായി സഹായിക്കണമെന്നും അവർ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവർ പാലപ്പുറത്ത് എവിടെയാണ് വീട് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ലക്ഷ്മിനാരായണ സ്കൂളിൽ പോകുന്ന വഴിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് കൃത്യമായ സത്യാവസ്ഥ അറിയാതെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല, അപ്പോൾ നിങ്ങളുടെ അവരുടെ അഡ്രസ്സ് പൂർണ്ണമായി തരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പോലീസുകാരൻ എന്ന അവകാശപ്പെട്ട ആൾ ആ സ്ത്രീയുടെ മകന് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഫോൺ കൈമാറുകയും അയാളുടെ അഡ്രസ്സൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഈ പാലപ്പുറത്തെ എൻ്റെ 1-2 സുഹൃത്തുക്കളുമായി ബന്ധപ്പെടുകയും അത്തരമൊരു അഡ്രസ്സ് അവിടെ ഇല്ല എന്നവർ സ്ഥിരീകരിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ഞാൻ വീണ്ടും ഈ പോലീസുകാരൻ എന്ന അവകാശപ്പെട്ട ആളെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു അഡ്രസ്സ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് ഞാനിപ്പോൾ അവിടെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നും നിങ്ങളെ ആ മകൻ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അത് സാമ്പത്തികമായിട്ട് എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഞാൻ അന്ന് തന്നെ വൈകുന്നേരം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിലായിട്ട് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. SHOൻ്റെ ഔദ്യോഗിക മൊബൈൽ നമ്പറിൽ വാട്സാപ്പിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഞാൻ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വർണ്ണാഭമായി ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം. നഗരപ്രദക്ഷിണമായി നടന്ന എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. വ്യാഴാഴ്ചയാണ് വർണ്ണം വിതറുന്ന കാളവേല. രാവിലെ ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണിനമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ക്ഷേത്രനടയിൽ തകിൽ നാദസ്വരവും അരങ്ങേറി. വൈകിട്ട് 3 ഗജവീരന്മാരുടെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയിൽ കാവുവട്ടത്തു നിന്നും നഗരപ്രദക്ഷിണമായി പകൽപൂരം അരങ്ങേറി. തെയ്യം, നാടൻ കലാരൂപങ്ങൾ, പൊയ്ക്കുതിര തെയ്യം, നാദസ്വരം എന്നിവയും പകൽപൂരത്തിന് നിറച്ചാർത്തായി. രാത്രി മില്ലേനിയം സ്റ്റാർ ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടായി. വ്യാഴാഴ്ചയാണ് വർണ്ണം ചൊരിയുന്ന കാളവേല. വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയിൽ ദീപാലങ്കാരപ്രഭയിൽ നഗരപ്രദക്ഷിണമായുള്ള ഇണക്കാളകളുടെ എഴുന്നള്ളിപ്പ് കാഴ്ചവസന്തം തീർക്കും. ഒറ്റപ്പാലം അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ KSEBയുടെ കടുത്ത നടപടി. 1 മാസത്തെ വൈദ്യുതി ബിൽ കുടിശ്ശികയുടെ പേരിലാണ് ആരോഗ്യ കേന്ദ്രത്തിലെ ശുദ്ധജല കണക്ഷന്റെ ഫ്യൂസ് ഊരിയത്. കഴിഞ്ഞ ഫ്യൂസ് ഊരാനുള്ള സമയപരിധി പൂർത്തിയായതിനു പിന്നാലെയാണ് KSEBയുടെ കടുത്ത നടപടി. ഇതോടെ ആശുപത്രിയിൽ ശുദ്ധജല പ്രതിസന്ധിയായി. 3638 രൂപ മാത്രം കുടിശ്ശിക നിൽക്കെയായിരുന്നു സർക്കാർ ആരോഗ്യ കേന്ദ്രം എന്ന പരിഗണന പോലും നൽകാതെയുള്ള നടപടി. സമീപത്തെ സ്വകാര്യ വളപ്പിലെ കിണറും പമ്പ് ഹൗസുമാണ് ആശുപത്രിയിലേക്കുള്ള പമ്പിങ്ങിന് കാലങ്ങളായി പ്രയോജനപ്പെടുത്തുന്നത്.
ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്താണ് വൈദ്യുതി ബിൽ അടയ്ക്കാറുള്ളത്. ഇത്തവണ ബില്ലടയ്ക്കാനുള്ള സാങ്കേതിക നടപടികൾ അല്പം വൈകിയതാണ് പ്രതിസന്ധിയായത്. നടപടി പ്രതിഷേധാർഹമാണെന്ന് വാർഡ് മെമ്പർ മുസ്തഫ തിരുണ്ടിക്കൽ പറഞ്ഞു. വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ് അമ്പലപ്പാറ KSEB അധികൃതർ. 3638 രൂപ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അടക്കാത്തതിൻ്റെ ഭാഗമായാണ് വൈദ്യുതി വിച്ഛേദനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ കട്ട് ചെയ്തത് വളരെയധികം പ്രതിഷേധാർഹമാണ്. ഒരു കാരണവശാലും ആരോഗ്യ മേഖലയിലെ വെള്ളം മുട്ടിക്കുന്ന സാഹചര്യം KSEBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. നിർബന്ധമായും മണിക്കൂറുകൾക്കകം അത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കാനുള്ളത്. OPയിൽ ദിവസവും ശരാശരി 300ഓളം രോഗികളെത്തുന്ന ആരോഗ്യ കേന്ദ്രമാണിത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ ടാങ്കിൽ കഴിഞ്ഞ ദിവസം സംഭരിച്ച വെള്ളം ഉപയോഗിച്ചായിരുന്നു രാവിലെ പ്രവർത്തനം. അതേസമയം വൈകിട്ടോടെ ബ്ലോക്ക് പഞ്ചായത്ത് ബില്ലടച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ചു. മണ്ണാർക്കാട് നഗരസഭയിലെ പദ്ധതി തിരിമറി 2 ദിവസത്തിനകം അന്വേഷിച്ച് നടപടി സ്വീകരിക്കാമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ ഉറപ്പ് പാലിച്ചില്ല. അന്വേഷണം എന്തായെന്ന് അറിയാൻ നിർവാഹമില്ലെന്ന് CPM കൗൺസിലർമാർ. വെള്ളിയാഴ്ച വീണ്ടും ബന്ധപ്പെട്ടവരെ കാണുമെന്നും CPM കൗൺസിലർമാർ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പാക്കാൻ കഴിയാതിരുന്ന പദ്ധതികൾ മുൻ നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീറിന്റെ വാർഡായ പെരുമ്പടാരിയിലേക്കും അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവറും കൗൺസിലറുമായ K. ഷൗക്കത്തിന്റെ വാർഡായ നെല്ലിപ്പുഴയിലേക്കും മാറ്റിയതിനെതിരെ CPM കൗൺസിലർമാരും BJP കൗൺസിലറും പ്രതിഷേധിച്ചിരുന്നു. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടത്തി. ഇരുപക്ഷവും ഡയസിന് സമീപമെത്തി പോർവിളി മുഴക്കുകയും ചെയ്തു. മറ്റു വാർഡുകളിലെ പദ്ധതികൾ കൗൺസിലർമാർ അറിയാതെ പെരുമ്പടാരിയിലേക്കും നെല്ലിപ്പുഴയിലേക്കും മാറ്റിയ നടപടി പരിശോധിക്കാമെന്ന് സെക്രട്ടറി M. സതീഷ് കുമാർ കൗൺസിലിൽ ഉറപ്പ് നൽകിയ ശേഷമാണ് ബഹളം അവസാനിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമെന്ന സെക്രട്ടറിയുടെ ഉറപ്പ് നടപ്പായില്ല. സെക്രട്ടറി നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വെള്ളിയാഴ്ച അന്വേഷണ പുരോഗതി അറിയാൻ സെക്രട്ടറിയെ കാണുമെന്നും CPM കൗൺസിലർമാർ പറഞ്ഞു. UDF അംഗങ്ങളുടെ വാർഡുകളിലെ പദ്ധതികളും പെരുമ്പടാരിയിലേക്കും നെല്ലിപ്പുഴയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇതിൽ UDF കൗൺസിലർമാർക്കും പ്രതിഷേധമുണ്ട്. ലീഗ്, കോൺഗ്രസ് പാർട്ടി തലങ്ങളിൽ ഇക്കാര്യം ചർച്ച ചെയ്യുകയും പദ്ധതി മാറ്റിയതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തതായാണ് വിവരം. ഇടവേള. വാർത്തകൾ തുടരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥം മണ്ണാർക്കാട് ഇടതുപക്ഷ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചാരണ ജാഥ സമാപിച്ചു. CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി ക്യാപ്റ്റനായും CPI മണ്ഡലം പ്രസിഡന്റ് AK അബ്ദുൾ അസീസ് ജാഥ മാനേജറായും സംഘടിപ്പിച്ച പ്രചരണ ജാഥ 3 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി തെങ്കര പുഞ്ചക്കോട് സമാപിച്ചു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് എടത്തനാട്ടുകരയിൽ നിന്ന് ഉദ്ഘാടനം നിർവഹിച്ച പ്രചാരണ ജാഥ 3 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി തെങ്കരയിൽ സമാപിച്ചു. അലനല്ലൂർ, കോട്ടോപ്പാടം, കുമരമ്പത്തൂർ, തെങ്കര പഞ്ചായത്തുകളിലും മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് പുഞ്ചക്കോട് സമാപിച്ചത്. സമാപന സമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്റ് സമ്പ്രദായത്തിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിങ്ങളെ അവിശ്വസിക്കുമെന്നും അതിനാൽ പാർലമെന്റ് സംവിധാനത്തിൽ പങ്കാളികളാവണമെന്നുമാണ് ലെനിൻ പറഞ്ഞിരിക്കുന്നത്. ഒരു തവണ കോൺഗ്രസ്, അടുത്ത തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും കമ്മ്യൂണിസ്റ്റ് ആശയക്കാർ എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ അടുത്ത കാലത്തായി പറയുന്നുണ്ട്. ഇവർ ആശയപരമായ അടിത്തറയ്ക്കപ്പുറം ആമാശയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരുന്നവരാണെന്നും CK രാജേന്ദ്രൻ പറഞ്ഞു. മാർക്സിസത്തിൽ എവിടെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? മാർക്സിസത്തിൽ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. മാർക്സ് പറഞ്ഞത്, എംഗൽസ് പറഞ്ഞത്. പക്ഷെ ലെനിൻ പറഞ്ഞു വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് നിലനിൽക്കുന്ന പാർലമെന്ററി സമ്പ്രദായത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കെടുക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പങ്കെടുക്കുമ്പോൾ പാർലമെന്ററി സമ്പ്രദായത്തിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടാവണം. പാർലമെന്റ് എന്ന് പറയുന്ന ഒരു ഈജിയൻ തൊഴുത്താണ്. അവിടെ പോയാൽ ബൂർഷ്വാസിയുടെ എല്ലാ കളങ്കവും നമ്മളിലേക്ക് കടന്നു വരും. അതിന് ജാഗ്രത ഉണ്ടാവണം. പക്ഷേ അതിൽ പങ്കെടുക്കാതിരുന്നാൽ ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ല. പാർലമെന്റ് സമ്പ്രദായത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആ ജനങ്ങൾ അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ
ആ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അതിൽ പങ്കെടുക്കണമെന്നാണ് ലെനിൻ പറഞ്ഞത്. സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ NK നാരായണൻകുട്ടി നന്ദി പറഞ്ഞു. MLAക്ക് സ്വകാര്യ ദുഃഖമുണ്ടത്രേ 15 കൊല്ലമായി. എന്താണ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ദുഃഖം എന്ന് പറയുന്നത്? നമുക്കൊക്കെ സ്വകാര്യ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും മാനസിക രോഗം സംഭവിക്കുമ്പോഴാണ്, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് മതിയായ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ്. അങ്ങനെയൊക്കെയാണ് സ്വകാര്യ ദുഃഖം. നിങ്ങൾ ഇവിടെ നോക്കൂ, 15 വർഷം പൂർത്തിയാക്കുന്ന മണ്ണാർക്കാട് MLAക്ക് തെരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾ മാത്രം അവശേഷിക്കുക ഇപ്പോഴാണ് ഒരു സ്വകാര്യ ദുഃഖം വന്നിട്ടുള്ളത്. ആ സ്വകാര്യ ദുഃഖം എന്ന് പറയുന്നത് കണ്ണം കൊണ്ട് പാലം പൂർത്തീകരിക്കാനായില്ല എന്നുള്ളതാണ്. തുടർന്ന് ജാഥ ക്യാപ്റ്റനെ വിവിധ ബൂത്ത് കമ്മിറ്റികളും വർഗ സംഘടനകളും ഹാരമണിയിച്ചു. മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, UT രാമകൃഷ്ണൻ, മണികണ്ഠൻ പൊട്ടിച്ചേരി, സ്റ്റാൻലി തോമസ്, ഷൗക്കത്ത് അലി കുളപ്പാടം, K പ്രവീൺ, K ഖാലിദ്, സദക്കത്തുള്ള പടലത്ത്, KV അമീർ, K സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിലെ VT അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ VT പുരസ്കാരം പ്രശസ്ത ഓങ്കോളജിസ്റ്റും കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി സ്ഥാപകനുമായ ഡോക്ടർ VP ഗംഗാധരന് സമ്മാനിച്ചു. കോളേജിൽ വെച്ച് നടന്ന VT അനുസ്മരണ സമ്മേളനം ശ്രീ ശങ്കര ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ശംഭു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ T ബിന്ദു അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ മുൻ പ്രിൻസിപ്പൽ G ദിലീപൻ VT അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ VP ഗംഗാധരൻ, ശ്രീ ശങ്കര ട്രസ്റ്റ് ഉത്തരമേഖല ചെയർമാൻ M ബ്രഹ്മദത്തൻ നമ്പൂതിരി, ഉത്തരമേഖല എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ MK നാരായണൻ നമ്പൂതിരി, PTA വൈസ് പ്രസിഡന്റ് KV സുനിൽ, ഡോക്ടർ KR സന്ദീപ് നാരായണൻ, ഡോക്ടർ KV ജയശ്രീ, PTA സെക്രട്ടറി ഡോക്ടർ K സന്ദീപ്, യൂണിയൻ ചെയർപേഴ്സൺ സ്നേഹ, ഡോക്ടർ KP പാർവതി, T അരവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വിവിധ സ്കോളർഷിപ്പുകളുടെയും എൻഡോമെന്റുകളുടെയും വിതരണവും ഉണ്ടായി. ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു വിഭാഗമായ ക്യാൻസർ പേഷ്യൻസിന് ആ വേദന എങ്ങനെ, എനിക്കൊന്ന് മ്യൂസിക് തെറാപ്പിയും കൂടെ അതിൻ്റെ കൂടെ പരീക്ഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിക്കിലുള്ള അപഘാതം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വൈദ്യശാസ്ത്രത്തെ എങ്ങനെ ഒരു മാലയിലെ മുത്തുകൾ കോർത്തിണക്കുന്ന കണക്ക് എങ്ങനെ കോർത്തിണക്കാമെന്ന്, അതുവഴി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ജനത്തിന് ആശ്വാസം നൽകാൻ കാര്യം മുഴുവനായി മാറ്റാൻ കഴിയുന്നില്ലെങ്കിലും കുറെയെങ്കിലും വേദന മാറ്റി അവരെ ഒരു നല്ല ജീവിതം നയിക്കാനായിട്ട് തുടക്കം കുറിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ പോലൊരാളെ നമ്മുടെ VTB കോളേജിൽ, നമ്മുടെ ഇതുപോലൊരു കോടതിയിൽ കൊണ്ടുവന്ന് ആദരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിനകത്ത് ഈ ഞങ്ങളുടെ കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ്. ന്യായമായ കാര്യങ്ങളുടെ കൂടെ നിൽക്കുന്നത് ജനപ്രതിനിധികളുടെ നല്ല ഗുണമാണെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. പെരിന്തൽമണ്ണ ഖാദർ അലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മുനിസിപ്പൽ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മഞ്ഞളാംകുഴി അലി MLA. ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളാണ് ഖാദർ അലി ക്ലബിനെ കേരളത്തിലെ അറിയപ്പെടുന്ന ക്ലബ്ബാക്കി മാറ്റിയതെന്നും MLA പറഞ്ഞു. ഖാദർ അലി ക്ലബ്ബ് പെൻഷൻ നൽകി വരുന്ന വൃക്കരോഗികളുടെ സംഗമവും നടന്നു. ഇന്ന് ഇവിടെ ജനപ്രതിനിധികൾ, പെരിന്തൽമണ്ണ നഗരസഭയിലെ 37 ജനപ്രതിനിധികളെയും ഞങ്ങൾ ഇവിടെ ആദരിക്കുകയാണ്. ഒപ്പം തന്നെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെയും ആദരിക്കും. ആ ആദരിക്കുന്ന ഒരു ചെറിയ ചടങ്ങ്. ഒപ്പം തന്നെ ഞങ്ങൾ കിഡ്നി രോഗികളായ ഞങ്ങൾ സഹായിക്കുന്ന 48ഓളം ആളുകളുടെ സാന്നിധ്യവും ഒപ്പം ക്ലബ്ബ് മെമ്പേഴ്സ്, ഇത്രയും ആളുകളാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ചെറിയൊരു ചടങ്ങിന് ക്ഷണിച്ചിട്ടുള്ളത്. ഏതായാലും പെരിന്തൽമണ്ണ നഗരസഭയിലെ കൗൺസിലർമാർക്കും ബ്ലോക്ക് പഞ്ചായത്തിലെ സാരഥികൾക്കുമാണ് ഖാദർ അലി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകിയത്. ഖാദർ അലി ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. ന്യായമായ കാര്യങ്ങളുടെ കൂടെ നിലകൊള്ളുന്നത് ജനപ്രതിനിധികളുടെ ഏറ്റവും നല്ല ഗുണമാണെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. അവിടെ മുമ്പിൽ ആരായാലും നോക്കണം. ജനപ്രതിയോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമല്ല. കാരണം ഇത് നമ്മൾ വെറും ഒരു കിട്ടുന്ന അലവൻസിന് വേണ്ടിയോ അല്ലെങ്കിൽ കിട്ടിയൊരു കസേരയ്ക്ക് വേണ്ടിയോ ഒരു പേരിന് വേണ്ടിയിട്ട് അന്തരം ജനപ്രതിനിധിയാണ്. ജനപ്രതിയാകുന്ന എന്താണ്, ദൈവത്തിന്റെ അടുത്ത ഒരു വലിയൊരു കടാക്ഷം നമുക്ക് ഉണ്ടാവുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സാധാരണക്കാരായ ആൾക്കാരെ സഹായിക്കുക, ന്യായത്തിന്റെ കൂടെ നിൽക്കുക. എന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക്
ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. അതിന്റെ ഒരു ഗുണം നമുക്ക് ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കുണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കായികരംഗത്തെ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഖാദർ അലി ക്ലബിനെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്ലബ്ബാക്കി മാറ്റിയെന്നും MLA പറഞ്ഞു. ജനപ്രതിനിധികളെ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമ്പിളി മനോജിനുള്ള നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് ഖദീജ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോയി. ഖാദർ അലി ക്ലബ് പ്രസിഡന്റ് മണ്ണിൽ ഹസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പച്ചീരി ഫാറൂഖ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, വൈസ് പ്രസിഡന്റ് CK ഹാരിസ്, നഗരസഭ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ നാലകത്ത് ബഷീർ, അമ്പിളി മനോജ്, ഖദീജ തൊട്ടശ്ശേരി, പച്ചീരി ഹുസൈന നാസർ, ദിനേശ് കണക്കഞ്ചേരി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെച്ചിയിൽ മൻസൂർ എന്നിവരും എഴുത്തുകാരി റജില പാതായിക്കര, താമരത്ത് ഉസ്മാൻ, TK രാജേന്ദ്രൻ, H മുഹമ്മദ് ഖാൻ തുടങ്ങിയവരും സംസാരിച്ചു. ഖാദർ അലി നടപ്പാക്കി വരുന്ന പദ്ധതികൾ ക്ലബ്ബ് സെക്രട്ടറി പച്ചീരി ഫാറൂഖ് വിവരിച്ചു. ഖാദർ അലി ക്ലബ് പെൻഷൻ നൽകി വരുന്ന വൃക്കരോഗികളുടെ സംഗമവും നടന്നു. യുവ സംരംഭകർക്കായി നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ അടുത്ത മാസം പെരിന്തൽമണ്ണയിൽ സ്കൈലബ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് MLA മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AI പ്രമേയമാക്കിയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. സ്കൈലബ് കോൺക്ലേവിന്റെ 3ാമത് എഡിഷൻ മാർച്ച് 25-26 തീയതികളിൽ പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നടത്തിയ കോൺക്ലേവിലൂടെ 100ഓളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചതായി നജീബ് കാന്തപുരം MLA പറഞ്ഞു. AI പ്രമേയമാക്കിയാണ് ഇത്തവണ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഈ തവണ മാർച്ച് 25-26 തീയതികളിൽ വളരെ വിപുലമായ പദ്ധതികളോടെ ഒരു വലിയ കോൺക്ലേവ് പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുകയാണ്. സ്കെയിലപ്പ് AI എന്ന പേരിലാണ് ഇത്തവണത്തെ കോൺക്ലേവ് നടത്തുന്നത്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് പ്രത്യേകിച്ചും AI സാങ്കേതിക വിദ്യയുടെ വികാസത്തിന് ശേഷം ബിസിനസ്സിൻ്റെ പുതിയ കോൺസെപ്റ്റുകൾ മാറുന്നു, കാഴ്ചപ്പാടുകൾ മാറുന്നു. ടെക്നോളജി കണക്ട് ചെയ്തുകൊണ്ടും AI കണക്ട് ചെയ്തുകൊണ്ടുമുള്ള അനന്തമായ സാധ്യതകളുടെ വഴി തുറക്കുകയും ചെയ്യാം. അതിന് ഏറ്റവും നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരികയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അതുപോലെ തന്നെ സർക്കാരേതര ഏജൻസികളുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സംരംഭകരുടെ വ്യവസായികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാക്കുന്ന ഒരു വലിയ പരിപാടിയാണ് സ്കെയിലപ്പ് കോൺക്ലേവിൻ്റെ ഈ 3ാം എഡിഷൻ നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈ 3 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് 3000ഓളം പുതിയ സംരംഭകർക്ക് നിരവധിയായ പരിശീലനങ്ങളും അവർക്ക് ഏറ്റവും നല്ല നിലയിൽ അവരുടെ ആശയങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പിന്തുണയും നൽകാൻ സ്കെയിലപ്പ് എന്ന് പറയുന്ന ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ വളരെ പ്രമുഖരായിട്ടുള്ള വ്യത്യസ്ത ഭാഗങ്ങളിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരുടെ ഒരു കൂട്ടായ്മയാണ് ഇതിനെ നയിക്കുന്നത്. മണ്ണാർക്കാട് ഉപജില്ലാ പ്രൈമറി പ്രധാനാധ്യാപക ഫോറം യാത്രയയപ്പ് സംഘടിപ്പിച്ചു. മലമ്പുഴയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് ഉപജില്ലയിലെ 96 പ്രൈമറി പ്രധാനാധ്യാപകരിൽ 4 ഭാഗവും സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. വിരമിക്കുന്ന 25 പേരിൽ 18 പേർ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നും 7 പേർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിന്നുമാണ്. ചടങ്ങിൽ പ്രധാനാധ്യാപക ഫോറം കൺവീനർ SR ഹബീബുള്ള അധ്യക്ഷത വഹിച്ചു. മണ്ണാർക്കാട് BPC KK മണികണ്ഠൻ, അഗളി BPC ഭക്തഗിരീഷ്, നോൺ മിൽ ഓഫീസർ സാദിഖ്, ജോയിന്റ് കൺവീനർ സിദ്ദിഖ് പാറക്കോട്, യൂസഫ്, മിനി ജോൺ, ജാസ്മിൻ, കബീർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. മങ്കട കടന്നമണ്ണ സൗത്ത് ALP സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ 86ാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടന്നു. പ്രദേശത്തെ കുട്ടികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിന് ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി മുന്നേറാൻ കടന്നമണ്ണ സൗത്ത് ALP സ്കൂൾ സജ്ജമായി. സ്മാർട്ട് AC ക്ലാസ് റൂമുകളോട് കൂടിയ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ജുവൈരിയ ഉദ്ഘാടനം നിർവഹിച്ചു. സ്മാർട്ട് ക്ലാസ് മുറികൾ മങ്കട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ M അമീറ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ 86ാം വാർഷിക ആഘോഷ പരിപാടികളും ഇതോടൊപ്പം നടന്നു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ജുവൈരിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റ ക്ലാസ് റൂമിൽ തുടങ്ങിയ പൂന്തോട്ടത്തിൽ അയമുവക്കാന്നാ തോന്നുന്നു പറഞ്ഞത്. അവരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ ഒരു സ്കൂള് ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെയും ഇവിടെയുള്ള രക്ഷിതാക്കളുടെയും അതോടൊപ്പം മാനേജറുടെയും ഒക്കെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന സ്കൂള്. നമുക്കറിയാം, ഇന്ന് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇന്ന് AI കാലഘട്ടമാണ്. ഇപ്പം ഈ ഇരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന നിങ്ങൾ ബഹിരാകാശത്ത് പോയി എന്നുള്ളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ബഹിരാകാശത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ആ രീതിയിലേക്ക് നമ്മുടെ ടെക്നോളജികളും മറ്റും പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ചെറിയ മക്കൾക്കും ആ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരണം. അതിന് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളിലും ഇതുപോലെയുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യയിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസം മറ്റു എല്ലാ മേഖലകളിലേക്കും നമ്മുടെ കുട്ടികളിലേക്ക് പോവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UP ഫാത്തിമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക P ഹസീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മങ്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഫ്സൽ റമീസ്, ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രസീദ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ മുന്താസ് ബീഗം, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ ബാബു, കൃഷ്ണകുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് K മുജീബ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് അസ്കർ അലി, T നാരായണൻ, CT ഷറഫുദ്ദീൻ, ജംഷീർ PT, സക്കീർ ഹുസൈൻ, അധ്യാപകരായ അയമു, മുഹസീന തുടങ്ങിയവർ സംസാരിച്ചു. സഹീർ അലി നറുക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ മുരളി വളാംകുളം സ്കൂളിന്റെ വിഷൻ അവതരിപ്പിച്ചു. സ്കൂളിലെ മുൻകാല അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. LSS ജേതാക്കളെയും ഉപജില്ലാ കലാമേളയിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. UKG വിദ്യാർത്ഥികളുടെ ഡിലീറ്റ് സെറമണിയും നടന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള. വാർത്തകൾ തുടരുന്നു. പഠനശേഷം വിദ്യാർത്ഥികൾക്ക് തൊഴിലവസരം നൽകുന്നതിനായി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 16 തിങ്കളാഴ്ച കോളേജ് ക്യാമ്പസിൽ വെച്ച് ജോബ് ഫെയർ നടക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് തൊഴിലുറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കരിയർ ബ്ലിറ്റ്സ് എന്ന പേരിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത്. ചെർപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ജോബ് ഫെയറിൽ 2024-2025 വർഷങ്ങളിൽ പാസ് ഔട്ടായതും ഇപ്പോൾ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ കേരളത്തിലെ എല്ലാ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ അവസരം നൽകുന്നു. സുന്ദരം ഡൈനാകാസ്റ്റ്, ടാറ്റ അഡ്വാൻസ് സിസ്റ്റം, അശോക് ലെയ്ലാൻഡ്, അതർ, സ്നൈഡർ ഇലക്ട്രിക്, L&T വാൽവ്സ് ലിമിറ്റഡ്, വീൽസ് ഇന്ത്യ ലിമിറ്റഡ്, AVT നാച്ചുറൽസ്, SFO ടെക്നോളജീസ് തുടങ്ങിയ 30ഓളം കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഫെയറിൽ ഓൺ ദി സ്പോട്ട് ഇന്റർവ്യൂയിലൂടെ നിരവധി റിക്രൂട്ട്മെന്റ് സാധ്യതകൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുമെന്നും മലബാർ പോളിടെക്നിക് ക്യാമ്പസ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ വിദ്യാർത്ഥികളെ ചേർക്കുന്നതിനും നമ്മളെ അഡ്മിഷൻ ലഭ്യമാകുന്നതിനും ഒക്കെ ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പ് തൊഴിൽ ഉറപ്പായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പുറത്ത് മറ്റ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലബാർ പോളിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിലന്വേഷിച്ച് അലയേണ്ടുന്ന ഒരവസ്ഥയും ഉണ്ടാവരുത് എന്ന ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതുവരെയും പാലിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഈ വർഷം കൂടുതൽ പ്രതീക്ഷയോടുകൂടിയാണ് ജോബ് ഫെയർ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കമ്പനികൾ
പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബിടെക്കുകാർക്കും അവസരമുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എനി ട്രേഡിനുള്ള വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെൻ്ററി ഉള്ള വിദ്യാർത്ഥികൾ, ഇപ്പോൾ കുറച്ച് കൂടുതൽ സപ്ലിമെൻ്ററി ഉള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കമ്പനീസുകൾ അതും ചോദിച്ചിട്ടുണ്ട്. സപ്ലിമെൻ്ററി 5 സപ്ലി വരെ ഉള്ള ബാക്ക് പേപ്പേഴ്സ് ഉള്ള കുട്ടികൾക്ക് വരെ അവസരമുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് തന്നെ അവർക്കും കൂടിയും അവസരമുണ്ട്. എല്ലാ പോളിടെക്നിക്കും ബിടെക്കിലുള്ള വിദ്യാർത്ഥികൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം, സെക്രട്ടറി അബ്ദുറഹ്മാൻ, മലബാർ പോളിടെക്നിക് ക്യാമ്പസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ, വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സലീം കെ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് പ്രകാശൻ കെ, സുനൈന കെ, മുഹമ്മദ് താഹിർ PA, കൃപ MK, അരുൺ R, ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് PRO മുഹമ്മദ് ഇസ്ഹാഖ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈൽസ്, സാനിറ്ററി ആൻഡ് ഗ്രാനൈറ്റ് രംഗത്ത് പ്രമുഖ വ്യാപാര സ്ഥാപനമായി വളർന്ന കുന്നത്ത് ടൈൽസിന്റെ 9ാം വാർഷികം ആഘോഷിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പ്രൊപ്പറേറ്റർ KM ഹനീഫയുടെ മാതാവ് ഫാത്തിമ ഹജുമ്മ നിർവഹിച്ചു. ബുധനാഴ്ച രാവിലെ നടന്ന കോട്ടപ്പുറം കുന്നത്ത് ടൈൽസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് സാനിറ്ററീസിന്റെ 9ാം വാർഷികം വർണ്ണാഭമായി ആഘോഷിച്ചു. വാർഷികം പ്രമാണിച്ച അതിശയിപ്പിക്കുന്ന വിലക്കുറവിനോടൊപ്പം അത്ഭുതപ്പെടുത്തുന്ന ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ശ്രേണിയിലുമുള്ള ടൈൽസ്, സാനിറ്ററീസ്, ഗ്രാനൈറ്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് കുന്നത്ത് ടൈൽസിൽ ഒരുക്കിയിരിക്കുന്നത്. വാർഷികത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 11 മുതൽ മാർച്ച് 11 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് 32 ഇഞ്ച് LED TVയും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നു. സ്റ്റോക്ക് തീരുന്നതുവരെ 4500 രൂപയ്ക്ക് 1 പീസ് സൂട്ടുകൾ, സ്ക്വയർ ഫീറ്റിന് 32 രൂപ മുതൽ പ്രീമിയം 4.2 ടൈലുകൾ, കൂടാതെ ടൈൽസ്, ഗ്രാനൈറ്റ്സ്, സാനിറ്ററി വെയേഴ്സിന് EMI സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഉണ്ണി അമ്പലപ്പാറ ആൻഡ് ടീമിന്റെ കരോക്കെ ഗാനമേളയും ഉണ്ടായി. ഉദ്ഘാടന പരിപാടിയിൽ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA, പ്രൊപ്പറേറ്റർ KM ഹനീഫ, പ്രശസ്ത വ്ലോഗർ മുനീർ അമ്പാടൻ, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി, വൈസ് പ്രസിഡന്റ് രാജു കാരിയോട്, ബ്ലോക്ക് മെമ്പർ P അശോകൻ, ഉമ്മർ കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. 9 വർഷം പൂർത്തിയാകുകയാണ് കുന്നത്ത് ടൈൽസ് എന്ന എൻ്റെ സ്ഥാപനത്തിന്. ഈ സ്ഥാപനത്തിന് നിങ്ങൾ നൽകിയ അകമഴിഞ്ഞ സഹായവും പിന്തുണയുമാണ് ടൈൽസ് വ്യാപാര രംഗത്ത് ഏറ്റവും മറ്റ് വലിയ സ്ഥാപനങ്ങളോട് പോലും ഒക്കെ കിടപിടിക്കാവുന്ന തരത്തിലേക്ക് ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള മോഡലിലുള്ള ടൈൽസിൻ്റെ പുറമെ വലിയ എൻ്റെ നമ്മളെ പുറകിൽ കാണുന്ന അത്രയും വലിയ സ്ലാബുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും വില കുറഞ്ഞ 4.2 ടൈൽ 31 രൂപ 90 പൈസ മുതൽ തുടങ്ങുകയും അത് പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മൾ നൽകുന്നത്. അതോടൊപ്പം തന്നെ 1 പീസ് ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1 പീസ് സ്യൂട്ട് ക്ലോസറ്റ്, അതാണ് 9,000 രൂപ വിലയുള്ള സ്യൂട്ടാണ്. 50% വില കുറച്ച് ഓഫറോടുകൂടി വെറും 4,500 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ചെറുപ്പളശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കളയകം കിൻഡർ ഗാർഡൻ എന്ന് പേരിട്ടിരിക്കുന്ന KG ബ്ലോക്ക് ആരംഭിച്ചു.
ഉദ്ഘാടനം വിപുലമായ പരിപാടികളോടെ ചെറുപ്പുളശ്ശേരി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ ശശികുമാർ നായർ നിർവഹിച്ചു. ചെറുപ്പശ്ശേരി ശബരി സെൻട്രൽ സ്കൂളിൽ ചെറിയ കുട്ടികൾക്കായി ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയ KG ബിൽഡിംഗിന്റെയും കിൻഡർ ഗാർഡന്റെയും ഉദ്ഘാടനമാണ് ബുധനാഴ്ച നടന്നത്. ചെറുപ്പശ്ശേരി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ശശികുമാർ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങളെല്ലാവരും ഓരോ പാരൻസിന്റെ ആഗ്രഹമാണെങ്കിൽ കുട്ടികളെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുക, ഏറ്റവും നല്ല ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അറിയാം, ചെറുപ്പശ്ശേരി ചെറിയൊരു ഗ്രാമമായിരുന്നു പണ്ട്, ഇപ്പൊ അത് ഒരുപാട് വികസിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ പല പാരൻസും കുട്ടികളെ ചെറുപ്പശ്ശേരി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിലൊന്ന് പാലക്കാടോ അല്ലെങ്കിൽ എറണാകുളത്തോ കൊണ്ട് പഠിപ്പിക്കാനുള്ള ആഗ്രഹം പല പാരൻസും ഉണ്ടാവും. ശബരി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ K. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഇന്ദിര KP, ശ്രീകുമാർ P, അഡ്മിനിസ്ട്രേറ്റർ സിന്ധു KN, ശ്രീലക്ഷ്മി സത്യൻ, സുഭാഷ് S, അജിത മേനോൻ CV എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആർക്കിടെക്ചർ വരദ വാര്യർ, എഞ്ചിനീയർ ഹരിദാസ്, അനിൽദാസൻ, ധനലക്ഷ്മി ബാങ്ക് മാനേജർ വീരരാഘവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് KG സെക്ഷൻ കുട്ടികൾക്കുള്ള ഗ്രാജുവേഷൻ സെറമണിയും നടന്നു. ഫിറ്റ്നസ് പ്രേമികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള വ്യായാമ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് KRC ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ രണ്ടാമത്തെ പ്രീമിയം ശാഖ ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സജ്ജീകരണങ്ങളും പ്രീമിയം സൗകര്യങ്ങളും കോർത്തിണക്കി ഒരുക്കിയിരിക്കുന്ന ഈ കേന്ദ്രം മേഖലയിലെ ആരോഗ്യ കായിക രംഗത്ത് പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 11 ബുധനാഴ്ച രാവിലെ 8 മണിക്ക് നടന്ന ചടങ്ങിൽ വെച്ച് ഒറ്റപ്പാലം MLA പ്രേംകുമാർ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ പ്രായഭേദമന്യേ വ്യായാമത്തിന് ഫലപ്രദമായ സൗകര്യം എന്ന രീതിയിൽ KRC ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലൊന്നും ഇത്ര സൗകര്യങ്ങളോട് കൂടിയ ഒരു ഫിറ്റ്നസ് സെന്റർ നിലവിലില്ല. സമൂഹത്തിലെ വിശേഷിച്ച് ചെറുപ്പക്കാരുടെ വിശ്വാസ്യത നേടിയെടുത്ത ഉടമ അഖിലിന്റെ പുതിയ സംരംഭത്തിന് ആത്മാർത്ഥമായി ആശംസകൾ അറിയിക്കുന്നതായി MLA പറഞ്ഞു. നമ്മുടെ തിരുവാഴിയോട്, ശ്രീകൃഷ്ണപുരത്തിനും തിരുവാഴിയോടിനും ഇടയിൽ എന്ന നിലയിൽ തന്നെ പറയാം, KRC ഫിറ്റ്നസ് സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ ഏത് പ്രായത്തിലുള്ളവർക്കും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യായാമത്തിന് ഫലപ്രദമായിട്ടുള്ള ഒരു സൗകര്യം ആധുനിക കാലത്ത് എല്ലാ മേഖലയിലുള്ളവർക്കും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായ വ്യായാമം ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല കേന്ദ്രം ഇന്നിവിടെ നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീകൃഷ്ണപുരം SHO ശ്രീ അനീഷും ഞാനും ചേർന്നാണ് ഈ സ്ഥാപനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പ്രിയപ്പെട്ട അഖിലിൻ്റെ ഒരു സംരംഭമാണ് ഈ സ്ഥാപനം. KRC ഫിറ്റ്നസ് സ്റ്റുഡിയോ ഒരു പ്രീമിയം ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന നിലയിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു നല്ല സ്ഥാപനമായി ഇന്നിവിടെ നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം SHO S. അനീഷ് മുഖ്യാതിഥിയായി. KRC ഫിറ്റ്നസ് സ്റ്റുഡിയോയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട തിരുവാഴിയോടുള്ള KRC ഫിറ്റ്നസ് സ്റ്റുഡിയോ വിശാലമായ സൗകര്യങ്ങളും സ്ഥലവും അടക്കമുള്ള ഈ ഫിറ്റ്നസ് സ്റ്റുഡിയോയ്ക്ക് ശ്രീകൃഷ്ണപുരം പോലീസിന്റെ എല്ലാവിധ ആശംസകളും
ഭാവുകങ്ങളും ചേരുന്നു. എല്ലാ മേഖലയിലുള്ള ആളുകളും ഇത് പ്രയോജനപ്പെടുത്തണമെന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. ചടങ്ങിൽ മുൻ ബ്ലോക്ക് മെമ്പർ അജിത് കുമാർ, വാർഡ് മെമ്പർ രവിശങ്കർ എന്നിവരും സന്നിഹിതരായിരുന്നു. കേവലം ഒരു ജിം എന്നതിലുപരി ശാസ്ത്രീയമായ വ്യായാമ മുറകൾക്കും ശാരീരികക്ഷമതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു കമ്മ്യൂണിറ്റിയായാണ് KRC ഈ പുതിയ സ്റ്റുഡിയോ വിഭാവനം ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വ്യായാമ ഉപകരണങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങൾ, ആകർഷകമായ ഇന്റീരിയറും പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വർക്കൗട്ട് സ്പേസും സൗകര്യപ്രദമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. കരുത്തിനും ആരോഗ്യത്തിനുമൊപ്പം ശാരീരിക മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്കായി ഏറ്റവും മികച്ച പരിശീലനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ശ്രീകൃഷ്ണപുരം ദേവപദം ഓഡിറ്റോറിയത്തിന് എതിർവശത്ത് ചിലമ്പത്ത് കൊണ്ടാരത്ത് ബിൽഡിംഗിലാണ് KRC ഫിറ്റ്നസ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി 9747664643 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പെരിന്തൽമണ്ണ അൽസലാമ ഒപ്റ്റോമെട്രി കോളേജിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഫൗണ്ടേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കപ്പാസിറ്റി ബിൽഡിംഗ് എന്നിവയെ ബന്ധപ്പെടുത്തി ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. തൃശൂർ എംപ്ലോയബിലിറ്റി സെന്റർ ഹെഡും പ്രമുഖ മോട്ടിവേറ്ററുമായ ഡോക്ടർ TN ജഗദീഷ് കുമാർ ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. അൽസലാമ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികാസത്തിനും ജോലി അവസരങ്ങളിലേക്കും ജീവിത ലക്ഷ്യത്തിലേക്കും എത്തിപ്പെടാനുള്ള വലിയ പ്രോത്സാഹനമാണ് ട്രെയിനിംഗ് പ്രോഗ്രാമിലൂടെ നൽകിയത്. തൃശൂർ എംപ്ലോയബിലിറ്റി സെന്റർ ഡയറക്ടറും കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടറുമായ പ്രമുഖ മോട്ടിവേറ്ററുമായ ഡോക്ടർ TN ജഗദീഷ് കുമാറാണ് ട്രെയിനിംഗ് നയിച്ചത്. മികച്ച കരിയർ കെട്ടിപ്പടുക്കുന്നതോടൊപ്പം ഉദ്യോഗാർത്ഥികളിൽ സാമൂഹ്യ സേവന മനോഭാവവും കൂടി വളരണമെന്ന് ഡോക്ടർ TN ജഗദീഷ് കുമാർ പറഞ്ഞു. സമൂഹത്തിന് നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റണം. അതാണ് നിങ്ങളുടെ കരിയർ. ജോലി നിങ്ങൾക്ക് ഒരു പണ സമ്പാദനത്തിനുള്ള മാർഗം മാത്രമല്ല, അത് ഈ സമൂഹത്തെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ട് ഓരോരുത്തരും കാണും. ആ ഒരു ലക്ഷ്യം ഡേ 1 തുടങ്ങി. നാളെ തിരിച്ചു നോക്കുമ്പോൾ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ മാസം എന്ത് ചെയ്തു, കഴിഞ്ഞ വർഷം, ഓരോ വർഷം കടന്നു പോകുന്നതോറും നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്റെ ജീവിതം ഫ്രൂട്ട്ഫുൾ ആയിരുന്നു, പർപ്പസ്ഫുൾ ആയിരുന്നു. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് ഈ പഠനവും. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഐ ആം റിയലി ഹാപ്പി അബൌട്ട് ദ റെസ്പോൺസ്. പ്രത്യേകിച്ച് നമ്മളുടെ സാറ് ലാസ്റ്റ് പറഞ്ഞു, ഈ സ്ഥാപനത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അഭിമാനത്തോടെ പറഞ്ഞു. ജീവിത ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയും സംശയങ്ങൾ ദൂരീകരിച്ചുമുള്ള ട്രെയിനിംഗ് പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രതീക്ഷ നൽകി. അൽസലാമ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്ററും അൽസലാമ ഒപ്റ്റോമെട്രി കോളേജ് പ്രിൻസിപ്പാളുമായ K. ധീരജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ അഷ്റഫ് കിഴിശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി അസൈന അങ്ങാടിപ്പുറം, ഡയറക്ടർ അബ്ദുൽ നാസർ ചോലക്കൽ, അക്കാഡമിക് ഡയറക്ടർ പ്രൊഫസർ P. അഹമ്മദ്, വൈസ് പ്രിൻസിപ്പൽ K. ശ്രീകാന്ത്, മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഉത്സവങ്ങളിലൊന്നായ ചളവറ കൈലിയാട് ചെറുമുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. മാർച്ച് 2 കാളവേലയും 3 പൂരവും ആഘോഷിക്കും. കൂത്തു ദിവസങ്ങളിൽ അനുബന്ധ പരിപാടികളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കൈലിയാട് ചെറുമുളയങ്കാവിലും ഇനി ഉത്സവ നാളുകൾ. കാളവേല പൂരമഹോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറി. ഉച്ചയ്ക്ക് 1 മണിക്ക് കരടിക്കുന്ന് പറയ സമുദായം അനുവാദം കൊടുത്തതോടെയാണ് കൊടിയേറ്റ ചടങ്ങ് തുടങ്ങിയത്.
തുടർന്ന് തന്ത്രി ചേറമ്പറ്റമന മണികണ്ഠൻ ഭട്ടതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ഭക്തജനങ്ങളും കൊടിയേറ്റ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഫെബ്രുവരി 27-ന് 5-ാം വേലയും മാർച്ച് 2-ന് കാളവേലയും 3-ന് പൂരവും ആഘോഷിക്കും. കൂനത്തറ വിശ്വനാഥ പുലവരുടെ നേതൃത്വത്തിൽ 21 ദിവസത്തെ ശ്രീരാമ പട്ടാഭിഷേകം തോൽപ്പാവക്കൂത്തിനും ബുധനാഴ്ച തുടക്കമായി. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും തായമ്പകയും വൈകിട്ട് ക്ഷേത്രത്തിൽ അരങ്ങേറും. കൈലിയാട് മേൽമുറി, കൈലിയാട് കീഴ്മുറി, മുണ്ടക്കോട്ടുകുറിശി, വേമ്പലത്തുപാടം, കുറുവട്ടൂർ, വല്ലപ്പുഴ, ചെറുകോട്, കുലിക്കല്ലൂർ, മുളയങ്കാവ്, കുഞ്ഞുകുറിശി എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കൈലിയാട് ചെറുമുളയങ്കാവ് ക്ഷേത്രത്തിന്റെ തട്ടകം. ഉത്സവം ഭംഗിയാക്കാൻ വേണ്ട ഒരുക്കങ്ങളാണ് ഇത്തവണയും നടത്തിയിട്ടുള്ളതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വളരെ ഗംഭീരമാണ്. 2026 വർഷത്തെ കൈലിയാട് ചെറുമുളയങ്കാവിലെ കാളവേല പൂരാഘോഷങ്ങൾക്ക് ഇന്ന് വളരെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ഭക്തിപൂർവ്വം കൊടിയേറിയിരിക്കുകയാണ്. കരടിക്കുന്ന് പറയ സമുദായം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി വന്നിട്ടാണ് കൂത്തുമുളയ്ക്കും കൊടിയേറാനും അനുവാദം കൊടുത്തത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേറമ്പറ്റമന മണികണ്ഠൻ ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ഈ കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. ഇന്നു മുതൽ പൂരം വരെ മാർച്ച് 2, 3 വരെയുള്ള മുഴുവൻ ദിവസങ്ങളിലും സ്റ്റേജുകളിൽ കലാപരിപാടികളുണ്ട്, ഗാനമേളയുണ്ട്, നാടൻപാട്ടുകളുണ്ട്, ബാലയുണ്ട്, നൃത്തസന്ധ്യയുണ്ട്. 21 ദിവസവും ഈ കൈലിയാട് ചെറുമുളയങ്കാവിലമ്മയുടെ തിരുസന്നിധിയിൽ കലാപരിപാടികളുണ്ട്. ഈ ഫെബ്രുവരി മാസം 27-നാണ് പ്രസിദ്ധമായിട്ടുള്ള 5-ാം വേല. അതുപോലെ ഏകദേശം 70-80 ജോഡി കാളകൾ അണിനിരക്കുന്ന കാളവേല നടക്കുന്നത് മാർച്ച് 2-നാണ്. അതുപോലെ പൂരം മാർച്ച് 3-നാണ്. എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മുഴുവൻ ഏകദേശം 12ഓളം ദേശങ്ങളിൽ നിന്ന് വരുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ ഗംഭീരമായിട്ട് കൈലിയാട് ചെറുമുളയങ്കാവിലെ ഈ വർഷത്തെ കാളവേല പൂരാഘോഷങ്ങൾക്ക് കൊടിയേറ്റം നടന്നു കഴിഞ്ഞിരിക്കുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രസിദ്ധമായ വായില്യം കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പാട്ടുതാലപ്പൊലി മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിക്ക് നട തുറക്കലോടെ ആരംഭിച്ച ചടങ്ങുകളിൽ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും ഉണ്ടായി. രാവിലെ 8:30യോടെ താലപ്പൊലി കൊട്ടി അറിയിച്ചതിനെ തുടർന്ന് ദൈവപ്രശ്ന വിധി പ്രകാരമുള്ള പ്രത്യേക നിവേദ്യ പൂജകൾ നടന്നു. വൈകുന്നേരം 4 മണിക്ക് ഭഗവതിയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് മലയച്ചൻ തറയിലേക്ക് കൊണ്ടുപോയ താലം നിരത്തൽ ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പൂരോത്സവം 2026 എന്ന ക്ഷേത്ര പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്ര ഐതിഹ്യങ്ങളും ചരിത്രവും ഉൾക്കൊള്ളുന്നതാണ് ഈ പുസ്തകം. രക്ഷാധികാരി മാലതി പി, AT രാധാകൃഷ്ണൻ, കുട്ടഗുപ്തൻ ആനോർക്കോട്, ട്രസ്റ്റി ചെയർമാൻ മോഹനകൃഷ്ണൻ എന്നിവർ ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രോത്സവ കമ്മിറ്റി പ്രസിഡന്റ് മധുസൂദനൻ PK, AT ശ്രീരാഗ്, രമേശ് ബാബു എന്നിവർ പങ്കെടുത്തു. കൂടാതെ കേരള ഗ്രാമീൺ ബാങ്ക് കടമ്പുഴിപ്പുറം ശാഖ സമർപ്പിച്ച ഈ ഭണ്ഡാരത്തിന്റെ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. സന്ധ്യയോടെ നടന്ന ദീപാരാധന, ചുറ്റുവിളക്ക്, തായമ്പക എന്നിവ ആഘോഷങ്ങൾക്ക് മിഴിവേകി. തുടർന്ന് നടന്ന സമൂഹ കളംപാട്ടിനും തിരുവാതിരക്കളി തുടങ്ങിയ കലാപരിപാടികൾക്കും ശേഷം അന്നദാനത്തോടുകൂടി ഉത്സവ ചടങ്ങുകൾ സമാപിച്ചു. ട്രസ്റ്റി ബോർഡ് അംഗങ്ങളും ഉത്സവാഘോഷ കമ്മിറ്റിയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 24-ന് കൊടിയേറി മാർച്ച് 4-ന് പൂരം ആഘോഷിക്കും. ഷോർട്ട് ന്യൂസ്. ഫെബ്രുവരി 12-ന്റെ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് KSSPU ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാഴിയോട് പെൻഷൻ ഭവൻ പരിസരത്ത് പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി O മോഹൻദാസ് വിശദീകരണം നടത്തി. CA ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് K വാസുദേവൻ, ബ്ലോക്ക് സെക്രട്ടറി P രാജഗോപാലൻ, E സൂര്യനാരായണൻ എന്നിവർ സംസാരിച്ചു. രാജ്യാന്തര ആയുഷ് സമ്മേളനത്തിലേക്ക് ക്ഷണം ലഭിച്ച ഡോക്ടർ മുഹമ്മദ് അഷ്ഹാഖ്, ഡോക്ടർ അമീറ എന്നിവരെ താഴേക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. മലപ്പുറം ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ CK ഹാരിസ് മെമന്റോ കൈമാറി.
താഴേക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഓങ്ങല്ലൂർ ഹമീദ് ഹാജി, പി പത്മനാഭൻ, CH മുസ്തഫ, VP സൗഹൂദ്, ഒടുവിൽ സലീം, CK ഹംസ ഹാജി, KV ഇല്യാസ്, PP ബഷീർ, ഒടുവിൽ മുഹമ്മദ് അലി, മണി പുൽക്കട, OV സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ ലളിതമായി പെട്ടെന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ വിപുലമായി സംഘടിപ്പിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് 12-ാം തീയതി തന്നെ ഇവർക്ക് ഈ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് നമുക്ക് വിപുലമായ ഒരു ചടങ്ങ് ഇൻഷാ അല്ലാഹ് അതിന് അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിപുലമായി ഒരു പരിപാടി സംഘടിപ്പിക്കാം. ഒരു യാത്രയപ്പ് എന്നുള്ള നിലയ്ക്ക് കൂടി ഈ അനുമോദനം ലളിതമായിട്ടാണെങ്കിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും ലളിതമായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും. ചെറുകിട ക്ലിനിക്കുകളും ആശുപത്രികളും അടച്ചുപൂട്ടി കോർപ്പറേറ്റ് വൽക്കരണം നടപ്പാക്കാൻ സഹായിക്കുന്ന ക്ലിനിക് എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിൽ നിന്നും പിന്തിരിയണമെന്ന് കേരള പ്രൈവറ്റ് ക്ലിനിക് അസോസിയേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി. ചെറുകിട ആശുപത്രികളെയും ക്ലിനിക്കുകളെയും ബാധിക്കാത്ത തരത്തിൽ ബില്ലിൽ ആവശ്യമായ ഭേദഗതിക്ക് തയ്യാറാവണമെന്നും പെരിന്തൽമണ്ണയിൽ നടന്ന യോഗത്തിൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ബഷീർ പട്ടിക്കാട്, അൻവർ സാദത്ത്, അഷ്റഫ്, ഹുസൈൻ, മൂസക്കുട്ടി, നബീൽ അഹമ്മദ്, ഫൈസൽ, മുഹമ്മദ് ഷാഫി, അബ്ദുൾ വഹാബ്, TP സിദ്ദിഖ് അലി, ഷാജഹാൻ നാട്ടുകൽ, മുജീബ് റഹ്മാൻ, ജയപ്രകാശ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഈയിടെ നമ്മളെല്ലാം പേപ്പറിൽ കാണുന്നു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നിർബന്ധമായും പാലിക്കുന്നതിനെ കുറിച്ച്. ഇവിടെ നമ്മെ പോലെയുള്ള ചെറിയ റൂറൽ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന നമുക്ക് ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ബോധ്യവാന്മാരാണ്. പലപ്പോഴും ഏറ്റവും കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ പോലെയുള്ള ക്ലിനിക്കുകൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ ഭാഗമായി അടച്ചു പൂട്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ നമ്മുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നമ്മുടെ അസോസിയേഷൻ തീരുമാനിച്ചത്. വല്ലപ്പുഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വല്ലപ്പുഴ യാറാം സെന്ററിൽ പ്രവർത്തിക്കുന്ന ഈവനിംഗ് ആൻഡ് ഹോളിഡേ ബ്രാഞ്ചിന്റെ നവീകരിച്ച കെട്ടിട ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് P ബഷീർ നിർവഹിച്ചു. വല്ലപ്പുഴ യാറാം സെന്ററിൽ പുതിയ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന അധ്യക്ഷനായി. ഡയറക്ടർമാരായ അബ്ദുൾ സലാം, കളത്തിൽ അഷ്റഫ്, K രാജീവ്, CK ഉബൈദ്, P കബീർ, ബീരാൻ മാസ്റ്റർ, E ഉണ്ണികൃഷ്ണൻ, K രായിൻ, K റസിയ, MK റംലത്ത്, M ജലജ, സെക്രട്ടറി P അഷ്റഫ് അലി എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലത്ത് പോലീസുകാരനെന്ന വ്യാജേന ഫോണിൽ വിളിച്ച് സാമ്പത്തിക തട്ടിപ്പിന് ശ്രമം, പോലീസിൽ പരാതി നൽകി ഇരയായ DCC ജനറൽ സെക്രട്ടറി. വർണ്ണം വിതറി പുത്തനാൽക്കൽ പൂരം, പ്രസിദ്ധമായ കാളവേല നാളെ. അമ്പലപ്പാറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ KSEBയുടെ കടുത്ത നടപടി, 1 മാസത്തെ വൈദ്യുതി ബിൽ കുടിശ്ശികയുടെ പേരിൽ ശുദ്ധജല കണക്ഷന്റെ ഫ്യൂസൂരി. മണ്ണാർക്കാട് നഗരസഭയിലെ പദ്ധതി തിരിമറി 2 ദിവസത്തിനകം അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന നഗരസഭാ സെക്രട്ടറിയുടെ ഉറപ്പ് പാലിച്ചില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.